ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത് നമ്മുടെ 4ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ബാക്കിയുള്ള 3 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓരോ പാഠഭാഗത്തിൻ്റെയും വിശദമായിട്ടുള്ള വരാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് വളരെ ഉപകാരപ്രദമാകും. ഓരോ പാഠത്തിനനുസരിച്ചിട്ടാണ് ചോദ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 1.5 മണിക്കൂർ സമയമാണ് ഉണ്ടാവുക. ആദ്യത്തെ പ്രവർത്തനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വായിക്കാം എഴുതാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പ്രവർത്തനമാണ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് എന്തായാലും A+ കിട്ടും. അതുകൊണ്ട് 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം എല്ലാവരും ചോദ്യങ്ങൾ വായിക്കാനായിട്ട് പരിശ്രമിക്കുക. അപ്പോൾ ഈ പ്രാവശ്യത്തെ ചോദ്യത്തിൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ A, B എന്ന് പറഞ്ഞിട്ടുള്ള ഉപചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഉപചോദ്യങ്ങളൊന്നും നിങ്ങൾ വിട്ടു പോകരുത്. ഒരു ചോദ്യത്തിൻ്റെ താഴെ ഉപചോദ്യങ്ങളും ഉണ്ടാവും. ചിലപ്പോൾ 1 മാത്രം എഴുതിയാൽ മതി, ചിലപ്പോൾ 2 എഴുതേണ്ടി വരും. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ ഈ സ്കൂൾ ഓഫ് ടൈം സമയം നിങ്ങൾ ഉപയോഗിക്കുക. ആദ്യത്തെ പ്രവർത്തനം നിങ്ങൾക്കറിയാം, വായിക്കാം എഴുതാം എന്ന പ്രവർത്തനമാണ്. സാധാരണയായി പുറത്തുനിന്നുള്ള ഒരു ഗദ്യഭാഗമോ അല്ലെങ്കിൽ പദ്യഭാഗമോ വരും. അതിൽ നിന്ന് 5 ചോദ്യങ്ങൾ ഉണ്ടാകും. നമ്മൾ തിരഞ്ഞെടുത്തത് നമ്മുടെ പാഠഭാഗത്തിലുള്ള തന്നെയാണ്. കളിക്കിടയിൽ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഒരു ഗദ്യഭാഗമാണ്. അത് ആ പാഠഭാഗത്തിനുള്ള ഒരു ഭാഗമാണ്. ഇതുവഴി നിങ്ങൾക്ക് ആ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങളൊക്കെ മനസ്സിലാവാനും നിങ്ങൾക്ക് സഹായിക്കും. അപ്പോൾ ആദ്യം ആ ഒരു ഗദ്യഭാഗം നമുക്ക് വായിച്ചു നോക്കാം. ചിറയൻകീഴ് തിയേറ്ററിലാണ് നാടകം. സ്റ്റേജിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോകണമെങ്കിൽ ഒരൊറ്റ വാതിലേ ഉള്ളൂ. മേക്കപ്പ് കഴിഞ്ഞവർക്ക് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അതിലൂടെ മാത്രമേ സ്റ്റേജിലേക്ക് വരാൻ പറ്റൂ. നാടകം നടക്കുമ്പോൾ സംഘാടകർ എന്തു ചെയ്തെന്നോ, ഭക്ഷണം പൊതിച്ചോറാക്കി ഒരു കുട്ടയിൽ മേക്കപ്പ് റൂമിൻ്റെ മൂലയിൽ കൊണ്ടുവന്ന് വെച്ചു. ആവശ്യമുള്ളവർക്ക് അപ്പോൾ എടുത്തു കഴിക്കാൻ സൗകര്യം ചെയ്തതാണ്. തുലാഭാരത്തിൽ തോപ്പിൽ കൃഷ്ണപിള്ള ചേട്ടൻ ഭ്രാന്തനായിട്ടാണ് അഭിനയിക്കുന്നത്. വടികൊണ്ട് എപ്പോഴും സ്റ്റേജിൽ കയറി വരണം. നാടകം തുടങ്ങി. ഞാൻ, ലീല, ഗോവിന്ദൻകുട്ടി ചേട്ടൻ 3 പേരും സ്റ്റേജിലുണ്ട്. ഇതാണ് ചോദ്യം. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം നമുക്ക് നോക്കാം. നാടകം നടന്നത് എവിടെയാണ്? തിരുവനന്തപുരം, ചിറയൻകീഴ്, കൊല്ലം, ആലപ്പുഴ. എവിടെയാണ്? നമ്മൾ വായിച്ചല്ല, ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ചിറയൻകീഴ് തിയേറ്ററിലാണ് നാടകം എന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ചിറയൻകീഴ്, ഓപ്ഷൻ ബി ആണ്. രണ്ടാമത്തെ ചോദ്യം, സ്റ്റേജിലേക്ക് വരാൻ അഭിനേതാക്കൾക്ക് എത്ര വാതിലുണ്ടായിരുന്നു? എത്ര വാതിലുണ്ട് എന്നാണ് പറഞ്ഞത്? ഒരൊറ്റ വാതിലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ 2, 3, 1, 4. അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. അഭിനേതാക്കൾക്കായി ഒരുക്കിയ ഭക്ഷണം ഏത് രൂപത്തിലുള്ളതായിരുന്നു? ഹോട്ടൽ ഭക്ഷണം, പാത്രങ്ങളിൽ വിളമ്പിയത്, പൊതിച്ചോറ്, പലഹാരം. അപ്പോൾ ഏതാണ്? പൊതിച്ചോറാണ്. ഓക്കെ. തുലാഭാര നാടകത്തിൽ കൃഷ്ണപിള്ള ചേട്ടൻ അഭിനയിച്ച കഥാപാത്രം ഏത്? രാജാവ്, സന്യാസി, ഭ്രാന്തൻ, കർഷകൻ. ഏതാണ് ശരിയായ ഉത്തരം? ഭ്രാന്തനാണ് ശരിയായ ഉത്തരം. നാടകം അവതരിക്കുമ്പോൾ സ്റ്റേജിലുണ്ടായിരുന്നവർ ആരെല്ലാം? കൃഷ്ണപിള്ള ചേട്ടൻ, ലീലയും കൃഷ്ണപിള്ള ചേട്ടനും, ഞാൻ, ലീല, ഗോവിന്ദൻകുട്ടി ചേട്ടൻ, എല്ലാ അഭിനേതാക്കളും. അപ്പോൾ ശരിയായ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ്. അതവിടെ നൽകിയിട്ടുണ്ട്. ഇനി അടുത്തത് പ്രവർത്തനം 2, ഒരു വാർത്ത തയ്യാറാക്കാനാണ്. ഓക്കെ, ഒരു പത്രവാർത്ത അല്ലെങ്കിൽ വാർത്താക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്കൂളിൽ നടത്തിയ പ്രദർശനത്തിന് ശേഷം 6ാം ക്ലാസ്സിലെ അനുഷ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വാർത്തയിലെ പ്രധാന വിവരങ്ങൾ താഴെ നിൽക്കുന്നു. അതുപയോഗിച്ച് വാർത്താക്കുറിപ്പ് തയ്യാറാക്കാനാണ്. അപ്പോൾ വാർത്താക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം അതിനൊരു തലക്കെട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ തലക്കെട്ടായിട്ട് ഇവിടെ കൊടുക്കുന്നത് 6ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ചിത്ര പ്രദർശനം ശ്രദ്ധേയമായി. പിന്നെ നമ്മൾ തലക്കുളത്തൂർ, ആ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് എഴുതുന്നത്. പള്ളിക്കുന്ന് ഗവൺമെൻറ് UPS സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥികൾ ഒരുക്കിയ ചിത്രങ്ങളും ഫോട്ടോകളും ചേർന്ന പ്രദർശനം ശ്രദ്ധേയമായി. സ്കൂളിൽ നടന്ന ചിത്ര പ്രദർശനത്തിന്റെ ഉദ്ഘാടനം സ്കൂൾ പ്രഥമ അധ്യാപിക ശ്രീമതി ശൈലജ നിർവഹിച്ചു. വരയും വരിയും എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടാണ് ചിത്ര പ്രദർശനം നടത്തിയത്. രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ നടന്ന പ്രദർശനത്തിൽ അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പങ്കെടുത്തു. കുട്ടികൾ വരച്ച വർണ്ണാഭമായ ചിത്രങ്ങളും അവർ തന്നെ പകർത്തിയ മനോഹരമായ ഫോട്ടോകളും സന്ദർശകരെ ആകർഷിച്ചു. കുട്ടികളുടെ കഴിവും സർഗശേഷിയും വിളിച്ചോതുന്നവയായിരുന്നു ഓരോ ചിത്രവും. ക്ലാസ് ടീച്ചർ ശ്രീമതി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. അപ്പോൾ നമ്മൾ വാർത്താക്കുറിപ്പ് തയ്യാറാക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഒരു തലക്കെട്ട്
തയ്യാറാക്കണം. പിന്നെ ഈ രീതിയിലാണ് ഒരു മാതൃക വാർത്താക്കുറിപ്പാണ്. അപ്പോൾ ഈ രീതിയിലൊക്കെ നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക. ഇനി അടുത്ത പ്രവർത്തനം 3 സിനിമയ്ക്കൊരു പോസ്റ്ററാണ്. ദ ഫിഷ് ആൻഡ് ഐ എന്ന സിനിമ സ്കൂളിൽ പ്രദർശിപ്പിക്കുന്നു എന്ന് കരുതുക. പ്രചാരണത്തിനായി ഒരു പോസ്റ്റർ നിർമ്മിക്കൂ. പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആശയ സമഗ്രത, എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. ആകർഷകമായ ലേഔട്ട്, നിറങ്ങൾ, ചിത്രങ്ങൾ, ഫോണ്ടുകളുടെ വലുപ്പം എന്നിവ പ്രധാനം. സംക്ഷിപ്തത ചുരുക്കി പറയാൻ ശ്രദ്ധിക്കണം. ആശയ വ്യക്തതയോടെ പറയണം. അപ്പോൾ സിനിമയ്ക്ക് ഒരു പോസ്റ്റർ നിങ്ങൾ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കുക. നമ്മൾ എന്താണ്, ഒരു ബോക്സിനുള്ളിൽ വെക്കണം അല്ലേ? പോസ്റ്ററൊക്കെ നിർമ്മിക്കുക, നമ്മളതൊരു ബോക്സിലാക്കിയിട്ട് വെക്കണം. ആകർഷകമായ ഡിസൈനൊക്കെ കൊടുക്കാം. പോസ്റ്റർ നിങ്ങൾക്ക് ഇങ്ങനെ മനോഹരമാക്കാം. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ പോസ്റ്ററിന് നമ്മൾ കൊടുത്തു, ഹ്രസ്വചിത്ര പ്രദർശനം ഗവൺമെൻറ് UPS പള്ളിക്കുന്ന്. പിന്നെ തീയതി എഴുതുക. തീയതി നമുക്ക് അതിൽ പറഞ്ഞിട്ടുണ്ടാവും. തീയതി 2025 സെപ്റ്റംബർ 30. സ്ഥലം സ്കൂൾ അങ്കണം. സമയം ഉച്ചയ്ക്ക് 2 മണി. ചലച്ചിത്രം ഞാനും മീനു, ദ ഫിഷ് ആൻഡ് ഐ. സംവിധാനം ബാബക്ക്. ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നിങ്ങൾ പോസ്റ്റർ തയ്യാറാക്കേണ്ടത്. അപ്പോൾ പോസ്റ്ററും തയ്യാറാക്കി നമ്മളൊരു വാർത്താ തലക്കെട്ടും തയ്യാറാക്കി. ഇനി അടുത്തത് ഒരു വിശകലന കുറിപ്പ് തയ്യാറാക്കാനാണ്. കഥാപാത്രങ്ങളിൽ ഗോവിന്ദക്കുട്ടി ചേട്ടൻ ഇരിക്കുകയാണ്. KPAC ലളിതയും ലീലയും നിൽക്കുന്നു. അവരുടെ ഇടയിലേക്കാണ് പട്ടി ചെന്നു നിന്നത്. എല്ലാവർക്കും ചിരി വന്നു. KPAC ലളിതയുടെ നാടക ജീവിതത്തിലെ ഒരു അനുഭവമാണ് മുകളിൽ വിവരിച്ചിട്ടുള്ളത്. ആ അനുഭവം വിശകലനം ചെയ്ത് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് ഒരു വിശകലന കുറിപ്പ് തയ്യാറാക്കാനാണ്. KPAC ലളിതയുടെ നാടക ജീവിതത്തിലെ ലളിതവും ഹൃദയസ്പർശിയുമായ ഒരു അനുഭവമാണ് പാഠഭാഗത്തുള്ളത്. ഗോവിന്ദൻകുട്ടി ചേട്ടൻ ഇരിക്കുമ്പോൾ KPAC ലളിതയും ലീലയും നിൽക്കുന്ന ഒരു നാടകവേദിയിലെ ദൃശ്യമാണ് ഇതിൽ അവതരിപ്പിക്കുന്നത്. അവരുടെ ഇടയിൽ ഒരു പട്ടി അപ്രതീക്ഷിതമായി വന്നു നിൽക്കുന്നത് സംഭവത്തിന്റെ കൗതുകം വർദ്ധിപ്പിക്കുന്നു. ആ അപ്രതീക്ഷിത സംഭവമാണ് എല്ലാവർക്കും ചിരി ഉണർത്തുന്നത്. ഈ അനുഭവം നാടകവേദിയിൽ സംഭവിക്കാവുന്ന സ്വാഭാവികവും തമാശ നിറഞ്ഞതുമായ മുഹൂർത്തങ്ങളെ സൂചിപ്പിക്കുന്നു. നാടകം എന്നത് കൃത്യമായ തിരക്കഥയും പരിശീലനവുമുള്ള കലാരൂപമായാലും അപ്രതീക്ഷിത സംഭവങ്ങൾ അതിൻ്റെ സൗന്ദര്യം കൂട്ടുന്നു എന്ന സന്ദേശമാണ് ഇവിടെ ലഭിക്കുന്നത്. ഒരു പട്ടിയുടെ സാന്നിധ്യം പോലും നാടകവേദിയെ ചിരിയുടെ വേദിയാക്കാൻ കഴിയുന്നുവെന്ന് ഈ അനുഭവം വ്യക്തമാക്കുന്നു. KPAC ലളിതയുടെയും സഹനടന്മാരുടെയും കലാസ്വഭാവം ഈ അനുഭവത്തിലൂടെ പ്രകടമാകുന്നു. ഇത്തരം സംഭവങ്ങളെ അവർ സമ്മർദ്ദമായി കാണാതെ ആസ്വദിക്കുകയും പ്രേക്ഷകരോടൊപ്പം ചിരിയിലൂടെ പങ്കെടുക്കുകയും ചെയ്യുന്നു. നാടകവേദിയിലെ സൗഹൃദ ബന്ധങ്ങളും കൂട്ടായ്മയും ഇതിലൂടെ വ്യക്തമാകുന്നു. മൊത്തത്തിൽ ഈ അനുഭവം നാടക ജീവിതത്തിന്റെ ലാളിത്യവും മനുഷ്യ സഹജതയും വ്യക്തമാക്കുന്ന ഒരു ചെറുതെങ്കിലും അർത്ഥസമ്പന്നമായ സംഭവമായി നിലകൊള്ളുന്നു. ഇനി നമുക്കൊരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ്. ഭൂമിക്കൊരു ചരമഗീതം ONV കുറിപ്പിൻ്റെ രചനയാണ്. അതിലുള്ള 8 വരി തന്നിരിക്കുന്നു. അപ്പോൾ അതിനൊരു ആസ്വാദനക്കുറിപ്പ് നമ്മൾ തയ്യാറാക്കണം. ഭൂമി, നീ നെഞ്ചിൽ മുറിവുകൾ ഏറെയായി. മനുഷ്യന്റെ ലാഭലോഭം നിന്നെ നിത്യമായി വേദനിപ്പിക്കുന്നു. പച്ചപ്പിന്റെ സ്വപ്നങ്ങൾ ചാരമായി മാറുമ്പോൾ നിന്റെ കണ്ണിൽ നാളെയുടെ ശവസംസ്കാരം. ONV കുറിപ്പിന്റെ ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിതയെ ആസ്പദമാക്കി കവിയുടെ പ്രകൃതി സങ്കല്പവും മനുഷ്യന്റെ ഉത്തരവാദിത്വവും വ്യക്തമാക്കുന്ന ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ആസ്വാദനക്കുറിപ്പ്. ONV കുറിപ്പ് മലയാള കവിതയ്ക്ക് മനുഷ്യ സ്നേഹവും പ്രകൃതി സ്നേഹവും നൽകിയ മഹാകവിയാണ്. ഭൂമിക്ക് ചരമഗീതം എന്ന കവിതയിൽ അദ്ദേഹം ഭൂമിയെ ഒരു ജീവനുള്ള അമ്മയായി കാണുന്നു. മനുഷ്യന്റെ ലാഭലോഭവും സ്വാർത്ഥതയും ഭൂമിക്കുണ്ടാക്കുന്ന വേദനകളെയാണ് കവിത മുഖ്യമായി അവതരിപ്പിക്കുന്നത്. ഭൂമിയുടെ നെഞ്ചിൽ മനുഷ്യനേൽപ്പിക്കുന്ന മുറിവുകൾ ശക്തമായ ദൃശ്യങ്ങളിലൂടെ കവിയാൽ വരച്ചു കാട്ടുന്നു. പച്ചപ്പിന്റെ സ്വപ്നങ്ങൾ ചാരമായി മാറുന്നു എന്ന വരി പരിസ്ഥിതി നാശത്തിന്റെ ഭീകരത വ്യക്തമാക്കുന്നു. മനുഷ്യന്റെ പ്രവൃത്തികൾ ഭാവി തലമുറയുടെ നാളെയെ തന്നെ നശിപ്പിക്കുന്നുവെന്ന മുന്നറിയിപ്പും കവിത നൽകുന്നു. ഭൂമിയുടെ കണ്ണീരിൽ നാളെയുടെ ശവസംസ്കാരം നടക്കുന്നു എന്ന ആശയം ഏറെ ഹൃദയസ്പർശിയാണ്. അതിലൂടെ കവിക്ക് പ്രകൃതിയോടുള്ള വേദനയും ആശങ്കയും വ്യക്തമാക്കുന്നു. ലളിതമായ ഭാഷയിലും ആഴമുള്ള ആശയങ്ങളിലുമാണ് കവിത മുന്നേറുന്നത്. വായനക്കാരന്റെ മനസ്സിൽ കുറ്റബോധവും
ഉത്തരവാദിത്ത ബോധവും ഉണർത്താൻ കവിതയ്ക്ക് കഴിയും. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് മനുഷ്യന്റെ കടമയാണെന്ന ശക്തമായ സന്ദേശമാണ് കവിത നൽകുന്നത്. അതിനാൽ തന്നെ ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിത സമകാലിക പ്രസക്തിയുള്ള ചിന്ത ഉണർത്തുന്ന ഒരു മഹത്തായ സൃഷ്ടിയായി നിലകൊള്ളുന്നു. അടുത്ത ചോദ്യം നോക്കൂ. 50-60 വർഷം മുമ്പുള്ള കടയുടെയും പുതിയ കടയുടെയും പ്രധാന വ്യത്യാസങ്ങൾ താഴെ നൽകിയിട്ടുണ്ട്. അവയിൽ ശരിയായവ കണ്ടെത്തുക. പഴയ കാലത്ത് സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനും ആളുകൾ കടയിൽ എത്തുമായിരുന്നു. രണ്ടാമത്തേത്, പണ്ട് കാലത്ത് സാധനങ്ങൾ എല്ലാം പാക്കറ്റുകളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇന്ന് കടകളിൽ കയറിയ ആളുകൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ തിരഞ്ഞെടുക്കാം. ഇക്കാലത്ത് ഒഴിവു നേരങ്ങൾ ആളുകൾ കടയിൽ വന്നിരിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരി? ഇവിടെ ഓപ്ഷൻ നോക്കൂ. 1 മാത്രം ശരി, 1 തെറ്റി, 2 ശരി, 2ഉം ശരി എന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1ഉം 3ഉം ശരിയാണ്, ഇത് 2ഉം 4ഉം ശരിയാണ്. ഇങ്ങനെയാണ് നമുക്ക് ചോദ്യങ്ങൾ വരിക. ഏതാണ് ശരി? കുറേ പ്രസ്താവനകൾ തന്ന് അതിൽ ശരി ഏത് തെറ്റെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അങ്ങനെയാണ്, ആ രീതിയിലാണ് ഇപ്പോൾ ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് എഴുതേണ്ടത്? അപ്പോൾ നമുക്ക് ഇതിൽ ഏതാണ് ശരി? പണ്ട് കാലത്ത് 1 ശരിയാണ്. പഴയ കാലത്ത് സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനും ആളുകൾ കടയിൽ എത്തുമായിരുന്നു. പിന്നെ രണ്ടാമത്തേത്, ഇന്ന് കടയിൽ കയറി ആളുകൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ തിരഞ്ഞെടുക്കാം. ഇത് 2ഉം ശരിയാണ്. പണ്ട് കാലത്ത് സാധനങ്ങളെല്ലാം പാക്കറ്റുകളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നത് തെറ്റാണ്. രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. അതേപോലെ തന്നെ ഇക്കാലത്ത് ഒഴിവു നേരങ്ങളിൽ ആളുകൾ കടകളിൽ വന്നിരിക്കാറുണ്ട്. ഇപ്പോൾ ഇക്കാലത്ത് ആളുകൾക്കൊന്നും അതിനൊന്നും നേരമില്ല. അപ്പോൾ ഈ രണ്ടാമത്തതും നാലാമത്തതും എന്താണ്? തെറ്റായ പ്രസ്താവനയാണ്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ശരിയായ പ്രസ്താവന മൂന്നാമത്താണ്. മൂന്നാമത്തെ ഓപ്ഷന് എന്താണ്? 1ഉം 3ഉം ശരിയെന്നാണ്. 1ഉം 3ഉം ശരിയെന്നാണ് മൂന്നാമത്തെ ഓപ്ഷൻ കേട്ടോ. അപ്പോൾ ഇത് എഡിറ്റിംഗ് മിസ്റ്റേക്ക് ആണ്. 1ഉം 3ഉം ശരിയെന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. താഴെ കൊടുത്തവയിൽ ജീവൻ എന്ന വാക്ക് എന്നർത്ഥം വരുന്ന വാക്ക് ഏറ്റവും ഉചിതമായി ഉപയോഗിച്ചിരിക്കുന്ന ഏത് വാക്കിലാണ്? അതായത് ജീവൻ എന്ന അർത്ഥം വരുന്നത്. അപ്പൊ നമുക്ക് പല വിധത്തിലും ഒരു വാക്ക് ഉപയോഗിക്കാം. അപ്പൊ ഇവിടെ ജീവൻ എന്ന അർത്ഥം വരുന്ന വാക്ക് ഏറ്റവും ഉചിതമായി ഉപയോഗിച്ചിരിക്കുന്ന എവിടെയാണ്? താൻ സ്നേഹിച്ചു വളർത്തുന്ന ചെറുമീൻ തന്റെ ഒരു കഴുപ്പിയാൽ പ്രാണനു വേണ്ടി പിടയുന്നത് അയാൾക്ക് സഹിക്കാനാവുന്നില്ല. അടുത്തത്, കരുതലും സ്നേഹവും നിസ്സഹായതയും എല്ലാം ചേർന്ന ഭാവങ്ങൾ മീനിനെ രക്ഷിക്കാനുള്ള എല്ലാ സാധ്യതയും അയാൾ തേടുന്നു. അപ്പൊ ഇതില് ജീവൻ എന്ന അർത്ഥം വരുന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന ഏതിലാണ്? അപ്പൊ താൻ സ്നേഹിച്ചു വളർത്തുന്ന ചെറുമീൻ തൻ്റെ കഴുപ്പിയ പ്രാണൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവൻ എന്നാണ്. ഓക്കെ, അപ്പൊ ഒന്നാമത്തതാണ് ശരി. ഇനി നമുക്ക് അടുത്തൊരു ഓർമ്മക്കുറിപ്പ് തയ്യാറാക്കാനാണ്. കളിക്കിടയിൽ എന്ന പാഠഭാഗം നിങ്ങൾ വായിച്ചല്ലോ. KPSC ലളിത നാടകാവതരണത്തിന്റെ വേദിയിൽ ഉണ്ടായ ഒരു അനുഭവമാണ് പങ്കുവെച്ചത്. ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും ഏതെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. ഒരു ഓർമ്മക്കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, അപ്പൊ നമുക്കൊരു മഴക്കാലത്ത് സ്കൂൾ ദിവസത്തെ കുറിച്ചുള്ള ഒരു ഓർമ്മക്കുറിപ്പ് തയ്യാറാക്കുക. എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഏറ്റവും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു ദിവസം മഴക്കാലത്തെ ഒരു സ്കൂൾ ദിവസമാണ്. രാവിലെ മുതൽ ശക്തമായ മഴ പെയ്തുകൊണ്ടിരുന്നു. കുടയുമായി അമ്മ എന്നെ സ്കൂളിലേക്ക് വിട്ടു. വഴിയാകെ വെള്ളക്കുഴികളും ചെളിയും നിറഞ്ഞിരുന്നു. ക്ലാസ്സിലെത്തുമ്പോഴേക്കും എൻ്റെ യൂണിഫോം മുഴുവൻ നനഞ്ഞിരുന്നു. അധ്യാപിക നമ്മെ നോക്കി ചിരിച്ചുകൊണ്ട് ക്ലാസ്സിലിരിക്കാൻ പറഞ്ഞു. ഇടവേള സമയത്ത് ഞങ്ങളും കൂട്ടുകാരും മഴ കാണാൻ ജനാലക്കരികിൽ കൂടി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് സ്കൂൾ മുറ്റത്ത് ഒരു കുട്ടി ചെളി വീണത്. എല്ലാവരും ചിരിച്ചു തുടങ്ങി. പക്ഷെ അധ്യാപിക ഉടൻ തന്നെ ഓടി വന്ന് അവനെ സഹായിച്ചു. നനഞ്ഞ വസ്ത്രം മാറ്റാനും ഉണക്കാനും അവർക്ക് സാധിച്ചു. ആ സംഭവത്തിന് ശേഷം ക്ലാസ് മുഴുവൻ ചിരിയും ബഹളവുമായി. സ്കൂൾ വിട്ടപ്പോൾ മഴ അല്പം കുറഞ്ഞിരുന്നു. ചെളിയിലൂടെ നടന്ന് വീട്ടിലെത്തുമ്പോൾ ഞാൻ വളരെ ക്ഷീണിച്ചിരുന്നു. എന്നിരുന്നാലും ആ ദിവസം എനിക്ക് സന്തോഷം നൽകിയ ഒരു ഓർമ്മയായി ഇന്നും മനസ്സിൽ നിലനിൽക്കുന്നു. കൂട്ടുകാരോടൊപ്പം പങ്കിട്ട ചിരിയും അനുഭവങ്ങളും എൻ്റെ കുട്ടിക്കാലത്തെ മനോഹരമാക്കി. ഇനി അടുത്ത ചോദ്യം നോക്കൂ. സന്തോഷം എന്നർത്ഥം വരുന്ന വാക്ക് ഏറ്റവും ഉചിതമായി ഉപയോഗിച്ചിരിക്കുന്നത് ഏത് വാക്കിലാണ്? 2 വാക്ക് ഇവിടെ തന്നിട്ടുണ്ട്. 2 വാക്യങ്ങൾ തന്നിട്ടുണ്ട്. കുട്ടിയുടെ മുഖത്ത് അതിയായ ആനന്ദം തെളിഞ്ഞു. മഴ പെയ്തതോടെ കർഷകൻ വയലിലേക്ക് പോയി. ഇപ്പം കുട്ടിയുടെ മുഖത്ത് അതിയായ ആനന്ദം തെളിഞ്ഞു. ആനന്ദം എന്ന വാക്കിന് അർത്ഥം എന്താണ്? സന്തോഷമാണ്.
അപ്പോൾ നമ്മുടെ ഓപ്ഷൻ 1 ശരി. ഇനി അടുത്തത്, ദുഃഖം എന്ന് സൂചിപ്പിക്കുന്ന വാക്ക് ശരിയായി ഉപയോഗിച്ചിരിക്കുന്ന ഏത് വാക്യത്തിലാണ്? അമ്മയുടെ വിയോഗം അവനെ വേദനിപ്പിച്ചു, അവൻ പരീക്ഷയിൽ 1-ാം സ്ഥാനം നേടി. അപ്പോൾ ഇവിടെ ദുഃഖം എന്ന സൂചിപ്പിക്കുന്ന വാക്ക് ഏത് വാക്യത്തിലാണുള്ളത്? 1-ാമത്തെ വാക്യത്തിലാണ് അല്ലേ? അമ്മയുടെ വിയോഗം അവനെ വേദനിപ്പിച്ചു. ഇനി അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളിൽ ശരിയായവ കണ്ടെത്തുക. പണ്ടുകാലത്ത് ആളുകൾ കത്ത് വഴിയാണ് ആശയവിനിമയം നടത്തിയിരുന്നത്. ഇന്ന് മൊബൈൽ ഫോൺ ഉപയോഗം വളരെ കുറവാണ്. ഇന്ന് ഇന്റർനെറ്റ് മനുഷ്യ ജീവിതത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു. അപ്പൊ ഇതിൽ ആദ്യത്തേത് ശരിയാണ്. പണ്ടുകാലത്ത് ആളുകൾ കത്ത് വഴിയാണ് ആശയവിനിമയം നടത്തിയത്. ഇന്ന് മൊബൈൽ ഫോണിന്റെ ഉപയോഗം വളരെ കുറവാണ്. അത് തെറ്റായ ഒരു പ്രസ്താവനയാണ്. ഇന്ന് ഇന്റർനെറ്റ് മനുഷ്യ ജീവിതത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു. അപ്പോൾ ഇതിൽ 1ഉം 3ഉം ശരിയാണ്. അപ്പോൾ 1ഉം 3ഉം എന്നുള്ളത് ഓപ്ഷൻ ബി ആണ്. അപ്പോൾ നമുക്ക് അത് എഴുതാം. പരിശ്രമം എന്ന ആശയം വ്യക്തമാക്കുന്ന വാക്യം ഏത്? കഠിനാധ്വാനത്തിലൂടെ അവൻ വിജയം നേടി, അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിൽ ഏത് വാക്യത്തിലാണ് പരിശ്രമം എന്ന വാക്കുള്ളത്? ഇതാണ്, ഫസ്റ്റത്തെ ഓപ്ഷൻ ആണല്ലേ ശരി. അപ്പോൾ 1-ാമത്തേതാണ് ശരി. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ 1ഉം 2ഉം ശരി, 2ഉം 3ഉം തെറ്റ്, അങ്ങനെയൊക്കെ വരാം. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് ഉത്തരം എഴുതുക. ഇനി അടുത്ത ചോദ്യം നോക്കൂ. പ്രകൃതി സംരക്ഷണത്തെ കുറിച്ച് ശരിയായ വാക്യങ്ങൾ കണ്ടെത്തുക. മരങ്ങൾ വെട്ടുന്നത് പരിസ്ഥിതിക്ക് ദോഷകരമാണ്. അപ്പൊ അത് ശരിയായ പ്രസ്താവനയാണ്. ജലം സംരക്ഷിക്കേണ്ടത് മനുഷ്യന്റെ ഉത്തരവാദിത്തമാണ്. അതും ശരിയായ ഉത്തരമാണ്. മലിനീകരണം മനുഷ്യാരോഗ്യത്തിന് നല്ലതാണ്. അത് തെറ്റാണ്. അപ്പൊ നമുക്ക് ഏത് ഓപ്ഷൻ എടുക്കാം? 1ഉം 2ഉം ശരി എന്നുള്ള ഓപ്ഷൻ എടുക്കാം. ഓക്കെ. ഇനി അടുത്തത്, സ്നേഹം സൂചിപ്പിക്കുന്ന വാക്ക് ശരിയായി ഉപയോഗിച്ചിരിക്കുന്ന ഏത് വാക്യത്തിലാണ്? അമ്മ കുട്ടിയെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു, അവൻ വഴിയിൽ നിന്ന് കല്ലെടുത്തു. അപ്പൊ ഏതാണ് ശരിയായ ഉത്തരം? അമ്മ കുട്ടിയെ ചേർത്ത് പിടിച്ചു.